ഹലോ നമസ്കാരം. ഇന്നേ നല്ല ചൂടാണ് പകൽ, അതുകൊണ്ട് ഇപ്പോൾ വൈകിട്ടാണ് ഇവിടെ ഏകദേശം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞ് കാണുമായിരിക്കും. അപ്പം പിള്ളേരൊക്കെ സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പം പിള്ളേരെയൊക്കെ കൂട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോയേക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങുക ചെയ്തു. ഇന്ന് നമ്മൾ കന്നാലി മേടിച്ച് ഏജൻറ്റ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഏജൻറ്റ് വന്നപ്പം പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഹാൻഡ് ഫീഡ് നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിന് കൊടുക്കാൻ വേണ്ടി ഒരു പാത്രം വേണം. അപ്പോൾ പഴയ ഇത് ഈ നമ്മുടെയൊക്കെ ഈ ബാത്ത് ടബ് എന്ന് പറയും, ഇവിടെ വീടുകളിൽ ഉപയോഗിക്കുന്ന, വീടിൻ്റെ അകത്ത് കിടന്ന് കുളിക്കുന്ന സാധനം. ആ സാധനം പഴയ 2 കിടപ്പണം. അപ്പോൾ അതിനെ ഈ ട്രാക്ടർ കയറ്റിക്കൊണ്ട് പോകണം. അത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, മൊത്തം ഇരുമ്പാ സാധനം. അപ്പോൾ ഒന്ന് കയറ്റി വെച്ച് അവനെ ഒന്ന് കെട്ടി താഴെയൊന്നും പോകാതെ കൊണ്ടുപോവുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാമെന്നുള്ള ഒരു പ്ലാനാണ് നമ്മുടെ മനസ്സിലിരിക്കുന്നത്. ഈ ട്രാക്ടർ ഉള്ളതുകൊണ്ട് കുറേ പണികളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഒരു സാധനം നമുക്ക് പൊക്കാൻ പറ്റിയില്ലെങ്കിലേ, അപ്പോൾ ഇവനെ കൊണ്ടുവന്നിട്ട് നമുക്ക് അവരുടെ അതിൻ്റെ കൂടിൻ്റെ അത് ഇട്ടിട്ട് അതിൻ്റെ അകത്തേക്ക് ഈ തീറ്റ മേടിച്ചു വന്നിട്ടുണ്ട്. അപ്പം അത് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുക. അത് ഇട്ട് കൊടുക്കുവാണെങ്കിൽ അവർ പറയുന്നത് അത് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ കന്നുകാലിക്ക് അത് ഇട്ട് കൊടുക്കുവാണെങ്കിൽ അത് പിന്നെ അത് ഇറക്കി വിട്ടാലും ഇത് കിട്ടുന്നതുകൊണ്ട് ഇത് കന്നാലി ഇവിടെ വന്ന് ഇത് തിന്നോളൂ. അപ്പോൾ ഈ കൂടിൻ്റെ അകത്ത് കയറി നിന്നോളൂ. അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കൂടിൻ്റെ അകത്ത് കയറുമ്പോൾ അടയ്ക്കുമോ മരുന്ന് കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കുക, അങ്ങനെയൊക്കെ സൗകര്യം ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സാധനം എടുത്തുകൊണ്ട് പോയത്. ഇതിൻ്റെ അകത്തേക്ക് തീറ്റിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇപ്പോൾ വെള്ളമൊക്കെ എടുത്ത് കൊണ്ടുപോയി ഇതിപ്പം വെള്ളം മോട്ടറൊക്കെ അടിച്ച് ഒന്നും കൂടി ഫില്ലൊക്കെ ചെയ്ത് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. ഈ മോട്ടർ വർക്കിംഗ് ചെയ്യാൻ തുടങ്ങിയ ഒരു സൗകര്യമായി. കാരണം നിമിഷ നേരം കൊണ്ട് 100, 250, 300 ലിറ്റർ വെള്ളം അടിക്കും. അവനെ കൊണ്ടുപോയി വണ്ടിക്ക് തന്നെ വലിച്ചു കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് എല്ലാം കണക്ട് ചെയ്ത് വെള്ളം കൊടുത്തു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ എന്താ പറയണേ, കുറേ ടെക്നിക്കലൊക്കെ ആയിട്ട് ചെയ്യണം. പിന്നെ കുറച്ച് ഹാർഡ് വർക്ക് ഉണ്ട് കേട്ടോ ഈ ഫാമിങ്ങിൻ്റെ പരിപാടിയിലേ. കുറച്ച് ഹാർഡ് വർക്കുണ്ട്. എന്നാലും നമ്മളത് ചെയ്താൽ നമുക്കൊരു സന്തോഷം. എനിക്കിതൊക്കെ ചെയ്തു നടക്കുന്നത് ഇഷ്ടമാണ്. ഇപ്പോഴാദ്യം പറഞ്ഞാൽ നമ്മൾ ഫാമിങ് ഇത്ര നാളും കാട് വെട്ടിയെങ്കിലും ഇപ്പോഴൊരു സന്തോഷമായത്. കാരണം നമ്മളൊരു എന്താ പറയണേ, നമ്മൾ എന്തെങ്കിലും ഒരു ഇത് ചെയ്തല്ലോ. കാട് ഇത്ര നാളും കാട് വീശല്ലായിരുന്നു. കാട് വീശൊക്കെ ഏകദേശമൊക്കെ നിർത്തിയിട്ടേക്കുക. പണിയണം, പക്ഷേ എല്ലാം ഒന്ന് ടൈഡിയപ്പ് ആക്കാനുണ്ട്. നമ്മുടെ പരിപാടി ഇതിൻ്റെ പ്രോസസ് കണക്ട് ചെയ്തിട്ട് നമ്മൾ വെള്ളം കോരി ഒഴിക്കലൊന്നും നമുക്ക് നടപടിയുള്ള പരിപാടിയല്ല. അപ്പോൾ ഇനിയിപ്പം അവിടെ അപ്പുറത്തെ നമ്മുടെ ബോർവെല്ലൊന്ന് ശരിയാക്കി എടുത്താൽ വിഷയം തീർന്നു. ഒരു ബോർവെല്ലിൻ്റെ നിങ്ങൾ കാണിച്ചായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് പിള്ളേരെ കൂട്ടിയാണ്. പിള്ളേർക്ക് ഭയങ്കര സന്തോഷം. കാരണം കന്നുകാലിയുടെ ഇടയ്ക്ക് ഇവർക്കൊന്ന് പോയി തൊടാനും കുറച്ച് തീറ്റ കൊടുക്കാനൊക്കെ പറ്റുമല്ലോ. അതുകൊണ്ട് അവന്മാർക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മളെപ്പോലെ തന്നെ പിള്ളേരും എൻജോയ് ചെയ്യുന്നുണ്ട്. അവരും ആദ്യമായിട്ടല്ലേ ഇതിനൊക്കെ കാണുന്നത്. ദാഹിച്ചിരിക്കുവാണെന്ന് തോന്നുന്നു. വെള്ളം കൊടുത്താൽ തന്നെ ഇത് സംഭവത്തിന് സമാധാനമായി. എടാ കൈ കടിച്ച് പറിക്കരുത് കേട്ടോ. കൈ വായിലേക്കൊന്നും വെച്ച് കൊടുത്തേക്കരുത്. കൊടുത്തോടാ, നിങ്ങൾ ചേർത്ത് പിടിച്ച് കൊടുത്തോ. ഇല്ല, ഇതാ മേടിച്ചോണ്ട് വന്ന മറ്റേ ഹാൻഡ് ഫീഡ്. നമ്മുടെ നാട്ടിൽ ഈ സൂപ്പറൊക്കെ ഇല്ലേ, പണ്ടൊക്കെ സൂപ്പർ എന്ന് പറഞ്ഞ സാധനം, ഇപ്പം എൻ്റെ പേരെനിക്കറിയില്ല. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ സൂപ്പർ എന്ന് പറഞ്ഞ സാധനമായിരുന്നു. ആ സാധനം നമ്മൾ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുമല്ലോ. ഇതിങ്ങനെ കട്ടിയായി ഇട്ട് കൊടുത്താൽ മതി. വെള്ളത്തിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കടിച്ച് പറിച്ച് തിന്നുമെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ ഒരു പാക്കറ്റിന് $25 ആട്ടോ ഒരു വില. കുഴപ്പമില്ല, വല്ലപ്പോഴൊക്കെ മേടിച്ച് കൊടുത്താൽ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് കൊടുക്കുമൊന്നും വേണ്ടെന്നേ. സൂപ്പർ പോലെ തന്നെ ഇരിക്കും, ചെറിയ ഗുളികകളാണ്. ഞാൻ കുറച്ച് വെള്ളം കിടന്നു അതിൻ്റെ അത് ഇട്ട് നോക്കുമായിരുന്നു. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ വെള്ളത്തിൽ കലക്കി കൊടുത്തത് കഴിക്കുമെന്ന് അറിയാൻ വേണ്ടി. നോക്കാം, അത് കഴിച്ചോളൂ വായിക്കുന്നു എനിക്ക് തോന്നണം. ഏതൊക്കെയാണ് പിള്ളേർ എൻജോയ് ചെയ്യുന്നുണ്ട്. പിള്ളേരെ നാഗത്തൊക്കെ കയറ്റി മറ്റേ കുട്ടി കർഷകന്മാരല്ലേ, നമുക്കൊരു പിന്മുറയ്ക്ക് ആൾ വേണ്ടേ, തലമുറ മാറാൻ. അപ്പോൾ പിള്ളേർക്കൊരു ട്രെയിനിങ് ആയി. ഇതൊക്കെ നമുക്ക് നല്ലൊരു കാര്യമാണ്. നിങ്ങളും ചെയ്യുക. അവിടെ കേട്ടോ.